കണ്ണൂർ ജില്ലയുടെ ശിരസ്സു പോലെ എപ്പോഴും കോടമഞ്ഞിൽ പുതച്ച് സുന്ദരിയായി നിൽക്കുന്ന കാപ്പിമലയിലേക്കാണ് ഈ യാത്ര. പശ്ചിമഘട്ട മലനിരകളിലെ ഒരു രാജകുമാരിയെപ്പോലെ തല ഉയർത്തി നിൽക്കുന്ന പൈതൽമലയുടെ അടിവാരത്തുള്ളൊരു കൊച്ചു ഗ്രാമമാണ് കാപ്പിമല. പോകുന്ന വഴിയിൽ വിളക്കന്നൂർ എന്ന ഗ്രാമത്തിലെ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു കൊച്ചു ആശ്രമമാണിത്. മനോഹരമായ ചെറിയൊരാശ്രമം. എല്ലാത്തരം യാത്രകളും സ്പിരിച്വൽ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രകൃതീശ്വരിയെ അറിയാതെ ഒരു യാത്രയും സാധിക്കില്ല. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ മലയോര ഗ്രാമമായ കാപ്പിമലയിലെത്താം. മഴക്കാലമായതുകൊണ്ട് പച്ച പുതച്ച് കോടമഞ്ഞിൽ മൂടി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ സുന്ദരമായ കാഴ്ചകളും വഴിനീളെ ആസ്വദിക്കാം. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ വലിയ മലയോര പട്ടണമായ ആലക്കോട് ടൗണിലെത്തി. ഇത് ഇവിടുത്തെ പള്ളിയാണ്. പല ദിക്കിൽ നിന്നും വിശ്വാസികൾ ഒഴുകിയെത്തുന്ന വലിയ ആഘോഷമാണ് ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ. ആലക്കോട് ടൗണിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞുള്ള ചെറിയ റോഡിലൂടെയാണ് കുട്ടിപ്പുല്ലി, മഞ്ഞപ്പുല്ലി, കാപ്പിമല ഇങ്ങനെയുള്ള മലയോര ഗ്രാമങ്ങളിലേക്കൊക്കെ പോവുക. ആലക്കോടിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി വേണം കാപ്പിമലയിലെത്താൻ. കണ്ണൂർ ജില്ലയുടെ മനോഹരമായ മറ്റൊരു മുഖമാണ് ഈ മലയോര ഗ്രാമങ്ങളെല്ലാം. കുറച്ച് മുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും. കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കുറേ കാഴ്ചകളും. ചെറുതും വലുതുമായ ധാരാളം വീടുകൾ ഈ മലമുകളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടുത്തുകാർ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് ആലക്കോട് ടൗണിനെയും കരുവഞ്ചാൽ ടൗണിനെയൊക്കെയാണ്. സർവ്വ സൗകര്യങ്ങളും ഈ മലയോര പട്ടണങ്ങളിലുണ്ട്. വേനലിലും മഴയിലും കോട വന്നു മൂടുന്ന ഈ മലയോര ഭംഗിയും തണുപ്പും ആസ്വദിക്കാൻ ചെറുതും വലുതുമായ ധാരാളം ഹോം സ്റ്റേകളും ഇവിടെയൊക്കെ ഉണ്ട്. മലയുടെ താഴ്വരകളിലൊക്കെ കപ്പയും വാഴയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. മലകളുടെ മുകൾ ഭാഗം മുഴുവൻ കോടമഞ്ഞുകൊണ്ട് മൂടിയിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ നിറയെ ധാരാളം നീർച്ചാലുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാം. ഈ കാണുന്ന കുരിശുപള്ളിയുടെ അടുത്ത് നിന്ന് ഇടത്തോട്ടുള്ള കയറ്റം കയറിയാണ് കാപ്പിമല വ്യൂ പോയിന്റിലേക്കും പൈതൽമലയുടെ അടിവാരമായ മഞ്ഞപ്പുല്ലിലേക്കും ഒക്കെ പോകുന്നത്. ഇടത്തോട്ട് തെറ്റാതെ നേരെ പോയാൽ കാപ്പിമല വെള്ളച്ചാട്ടത്തിലെത്താം. ഞങ്ങളിപ്പോൾ പോകുന്നത് കാപ്പിമല വെള്ളച്ചാട്ടത്തിലേക്കാണ്. റോഡിന് കുറുകെ ധാരാളം നീർച്ചോലകൾ ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പാണ് ഇവിടുത്തെ വെള്ളത്തിന്. അങ്ങ് ദൂരെ മലമുകളിൽ വെള്ളിയരഞ്ഞാണം പോലെ കാണുന്നതാണ് മനോഹരമായ കാപ്പിമല വെള്ളച്ചാട്ടം.
കാപ്പിമല വെള്ളച്ചാട്ടത്തിൻ്റെ അടിവാരത്ത് ഒരു ചായക്കടയും അവരുടെ തന്നെ പാർക്കിംഗ് സൗകര്യവുമുണ്ട്. ഫാമിലിയോടൊക്കെ ഒത്ത് ഇവിടെ വന്ന് നല്ല ചൂട് ചായയും കുടിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ കാഴ്ചയും കോടമഞ്ഞും തണുപ്പുമൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. എല്ലാതരം ഭക്ഷണവും ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മല കയറിയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അരികിലേക്ക് പോകേണ്ടത്. നോക്കി നിൽക്കുമ്പോൾ തന്നെ കോടമഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇനി പൈതൽ മലയുടെ താഴ്വാരമായ മഞ്ഞപ്പുല്ല് എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതാണ് കാപ്പിമല പട്ടണം. ഇവിടെ 2-3 ഹോട്ടലുകളും ചെറിയ ചെറിയ കടകളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് മുകളിലേക്ക് കയറിയാൽ പിന്നെ കടകളൊന്നുമില്ല. പൈതൽ മലയിലേക്ക് പോകുന്നവർ ഇവിടെ നിന്ന് ഭക്ഷണം വാങ്ങുന്നത് നല്ലതാണ്. പറഞ്ഞു തീരും മുന്നേ കോടമഞ്ഞ് വന്ന് മൂടി മുന്നിലുള്ള കാഴ്ച മുഴുവൻ മറച്ചിരിക്കുകയാണ്. ഇതുതന്നെയാണ് കാപ്പിമല വ്യൂ പോയിന്റ്. പക്ഷേ കോടമഞ്ഞ് മൂടിയത് കാരണം എല്ലാ കാഴ്ചകളും മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും വലിയ ഭംഗിയും ഈ മഞ്ഞ് തന്നെയാണ്. ഇത് കാണാനും അനുഭവിക്കാനുമാണ് ഇങ്ങോട്ട് സഞ്ചാരികൾ എത്തുന്നത്. ഇവിടെയൊക്കെ ഫാമിലിയായി വന്ന് താമസിക്കാൻ പറ്റിയ ധാരാളം ഹോം സ്റ്റേകളുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഒരു 500 മീറ്റർ മുന്നോട്ട് പോയ പൈതൽ മലയിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറാണ്. കോടമഞ്ഞിൽ കുളിച്ച് നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് കുടുംബത്തോടൊത്ത് കുറച്ചു നേരം സംസാരിച്ചിരിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും ഇങ്ങോട്ട് വേഗം തന്നെ വന്നോളൂ. പ്രകൃതി തരുന്ന ഇങ്ങനെയുള്ള കുളിർമയുള്ള അനുഭവങ്ങൾ മതി മനുഷ്യൻ്റെ മനസ്സ് നിറക്കാൻ.
ഈ മഞ്ഞും മഴയും തണുപ്പുമൊക്കെ ആസ്വദിച്ച് കുടുംബവുമൊത്ത് ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് പറയാൻ മറന്നതും പറയാൻ പോകുന്നതും ഒക്കെ പരസ്പരം പറഞ്ഞ് പങ്കുവെച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ മല കയറി ഇങ്ങോട്ട് വന്നോളൂ. ഇവിടെയുള്ളത് ഇതൊക്കെ തന്നെയാണ്. കണ്ണു ചിമ്മി തുറക്കും മുന്നേ വന്നു മൂടുന്ന, ചിലപ്പോഴൊക്കെ ഒരു കള്ളനെപ്പോലെ ഓടിമറയുന്ന മൂടൽമഞ്ഞ്, പിന്നെ മഴ, മലമുകളിൽ നിന്ന് വെള്ളി അരഞ്ഞാണം പോലെ താഴേക്ക് പതിക്കുന്ന നീർച്ചാലുകൾ. കുറച്ചു നേരം ക്ഷമയോടെ കാത്തിരുന്നാൽ ഉള്ളിലൊളിപ്പിച്ചതൊക്കെ തുറന്നു കാട്ടുന്ന പ്രകൃതി. അതുമതി നമ്മുടെയൊക്കെ ഉള്ളിലുള്ള സങ്കീർണതകളെയൊക്കെ മായ്ച്ചു കളഞ്ഞ് മഞ്ഞുപോലെ നേർത്തതാക്കാൻ. തിരിച്ചിറങ്ങിയപ്പോഴേക്കും കാപ്പിമല പട്ടണവും മൂടൽ മഞ്ഞുകൊണ്ട് ആകെ മൂടിയിരിക്കുന്നു.